ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഓഫീസിലെ ബോസ് ആൻഡ് ലീഡൊക്കെ കൂടി നമ്മൾ ഒരു ഫോട്ടോ എക്സിബിഷൻ കാണാൻ പോവുകയാണ്. സോ ഇത് യാസുഗി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫോട്ടോ എക്സിബിഷൻ നടക്കുന്നത്. നമ്മൾ കുറച്ച് ഏർലി ആയി ഇവിടെ എത്തിയത്. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു സർവീസ് ഏരിയയിലാണ് ഉള്ളത്. ഇവിടെ കുറേ ഇങ്ങനെ സുവനിയേഴ്സ്, പിന്നെ ഇവിടുത്തെ ഫാമേഴ്സ് ഉണ്ടാക്കി കൾട്ടിവേറ്റ് ചെയ്യുന്ന വെജിറ്റബിൾസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് റെസ്റ്റ് ഏരിയ എല്ലാം ഇവിടെ ഉണ്ട്. സോ ഐ വിൽ ഷോ യു മോർ ആൻഡ് ഞങ്ങളുടെ ഓഫീസിലെ ആൾക്കാരെയും കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. സോ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഫിഷ് ഷോപ്പാണ്. വിൽ ഷോ യു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്. സോ ഇവിടുത്തെ ഫാമേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ഫിഷർമാൻ ചെയ്തേക്കുന്ന ഫിഷാണ് ഇവിടെ കാണുന്നത്. ആൻഡ് അവർ ഫുൾ ക്ലീൻ ആക്കിയിട്ട് സോസൊക്കെ വെച്ചിട്ടാണ് ഉള്ളത്. ഇത് പോർക്കാന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓൺ സ്ക്യൂവേഴ്സ്. ഇതിനെ ഇവിടെ പറയുന്നത് യാക്കി തൊരി എന്നാണ്. യാക്കി തൊരി മീൻസ് എന്താ പറയുക, തൊരി മീൻസ് ചിക്കൻ ആൻഡ് യാക്കി മീൻസ് കുറച്ച് യാക്കി മീൻ വന്നാണ് യാക്കി. Yeah, it's like more barbecue. So it's more like chicken, grilled chicken. Grilled chicken. Grilled is the right word. It's pork, grilled pork. And ഇവിടെ ഇതിനെ കരാഗെ എന്നാണ് പറയുക. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്ത ഡിഷിനെയാണ് ഇവിടെ കരാഗെ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡ്രൈഡ് ഫിഷാണ്. അപ്പോൾ ഡ്രൈഡ് ഫിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കുന്ന എല്ലാം ഉണ്ടാവും. ദർ ഇസ് ഒക്ടോപ്പസ്, സ്ക്വിഡ്, കക്ക എല്ലാം ഉണ്ട് ഇവിടെ. ആൻഡ് ഇത് നമ്മുടെ നാട്ടിൽ ഉണക്കച്ചെമ്മീനാണ്. പക്ഷേ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ചെറിയ ഉണക്കച്ചെമ്മീനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ സാമ്പിൾ ഉണ്ട്. ഇത് സ്ക്വിഡാണ്. ഞാൻ ഇതിൻ്റെ ശരിക്കും അത് കാണിച്ചു തരാം. സ്ക്വിഡ്, കൂന്തൽ, അല്ലെങ്കിൽ നിങ്ങളവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. കണവ, കൂന്തൽ ഇതൊക്കെയാണ് എനിക്കറിയണത്. സോ അതിൻ്റെ സാമ്പിൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഡ്രൈ ആണ്. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഇവിടെ കിട്ടാൻ പോലെയല്ല. ഇവിടുത്തെ സോസിലൊക്കെ ഇട്ടിട്ട് ഡ്രൈ ചെയ്ത സാധനമാണ്. നേരത്തെ ഡ്രൈഡ് കൂന്തലാണ് കാണിച്ചത്, സ്ക്വിഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കരാഗി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സ്ക്വിഡ് ഫ്രൈ ചെയ്ത്, ഫുൾ സ്ക്വിഡ് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഇത് വിസിബിൾ ഓൺ ക്യാമറ. ഇറ്റ്സ് ലൈക്ക് എ ഹോൾ സ്ക്വിഡ്. ഇത് ജപ്പാനിൽ എപ്പോഴും ഫുഡ് സ്റ്റോൾസിന് പുറത്ത് കാണുന്നൊരു സംഭവമാണിത്. നമ്മൾ വിചാരിക്കും റിയൽ ഫുഡാണിതെന്ന്, പക്ഷേ ഇറ്റ്സ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. അവർ നല്ല ഭംഗിയിലാക്കി വെച്ചേക്കാം. നമ്മൾ അടുത്ത് പോയി നോക്കിയാലും വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ്സ് പ്ലാസ്റ്റിക് ഓർ റിയൽ ഫുഡ്. ഇനി നിങ്ങൾ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോഴാണ് കാണുന്നത്, എൻ്റെ ബോസ് പറഞ്ഞപ്പോൾ ഇറ്റ്സ് റിയൽ ഫിഷ്, റിയൽ ഡ്രൈഡ് ഫിഷ്. ഇത്രയും ലോങ് ആയിട്ടുള്ളത് അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. ഐ ക്യാൻ സീ സം ഇറ്റ്സ് റിട്ടൻ സെറ്റേഗാഷിര. കുറേ കണ്ടിട്ടാ സാക്കേഗാഷിര, ഗോമിനാസായി. അവന് സാക്കേഗാഷിര എന്നാണ് പറയണത്. പ്രോബബ്ലി ദാറ്റ്സ് നെയിം ഓഫ് ദ ഫിഷ്. ആൻഡ് ദിസ് വൺ, ഇറ്റ്സ് എ ഹോൾ സ്ക്വിഡ്. ഇറ്റ്സ് എ ഹോൾ സ്ക്വിഡ്. കണ്ടോ ഈ ടെൻറ്റിക്കിൾസ് കണ്ടോ? ഈ ടെൻറ്റിക്കിൾസ് കാണുന്നുണ്ടോ? ആൻഡ് ഇതിന് പറയുന്നത് അക്കായിക്ക. അക്കായിക്ക, ദാറ്റ് മീൻസ് റെഡ് സ്ക്വിഡ്. അക്ക മീനിങ് റെഡ് ആൻഡ് ഇക്ക മീനിങ് സ്ക്വിഡ്. അക്കായിക്ക എന്നാണ് പറയുന്നത്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ. നമ്മളപ്പോൾ ഇവിടുത്തെ ഒത്തേരയിൽ എത്തിയിരിക്കണം. ഒത്തേര എന്ന് പറഞ്ഞാൽ ടെമ്പിൾ എന്നാണ്. അപ്പോൾ ഒത്തേരൻ്റെ നമ്മൾ കയറുമ്പോൾ തന്നെ ഉള്ള ഒരു സ്ട്രക്ചറാണത്. ആൻഡ് ഹിയർ വി കൻ സീ I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have.
today. Without you, I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure. One day I'll be yours Life lessons come one in a dozen. The other 11 is something from nothing. Life lessons come one in a dozen. The other അപ്പൊ ഇവര് ചെയ്തെന്താന്ന് വെച്ചാല് അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇവർ ഒത്തേറാന്ന് പറയുന്നതിന് കയറുന്നതിന് മുന്നേ വി ഷുഡ് ആക്ച്വലി ക്ലീൻ അവർ ഹാൻഡ്സ് ആർ മൗത്ത് ആൻഡ് ആ വെള്ളം എടുക്കുമ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിലാണ് വെള്ളം എടുക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് കൈ കഴുകും, വായ കഴുകും. അത് കഴിഞ്ഞിട്ട് ഈ പിടിച്ച ഹാൻഡിൽ കഴുകാൻ വേണ്ടി ഇങ്ങനെ ഒഴിക്കണം. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ മെയിൻ ഏരിയ, മെയിൻ ടെമ്പിൾ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് കാണിച്ചു. നമ്മളിപ്പോൾ ഫോട്ടോ എക്സിബിഷൻ കണ്ടു തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസ്, ഞങ്ങളുടെ സെൻസ് എടുത്ത ഫോട്ടോസാണ്. അപ്പം ഇതൊരു അമ്പലത്തിനുള്ളിലാണ് എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. കുറേ കിളികളുടെ ശബ്ദം. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ ഹിയർ ത്രൂ ദ വീഡിയോ, ബട്ട് it's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as なんか僕のせっかく撮る写真にその他の人の意思が介入するとすごいうざいっていうかすごい嫌なんですよ。ポートレートは撮らないことはないですけど、なんか友達をなんか家族撮るとかそういうのは全然やりますけど、自発的に撮るときはなんかその人形みたいな人がいいです。あんま自分の意思のない、はい、人がいいです。Life lessons come one in a dozen. The other 11 give something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you, I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah. Is this really happening? I can't believe it's true. that's all for the vlog today. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ do subscribe and follow for more. Yeah, so that's it. See you another day. Bye.